കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 2 യൂണിറ്റ് 1 സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ എന്ന രണ്ടാമത്തെ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ എന്ന ലെസൺ നമുക്ക് ആരംഭിക്കാം. ഇവിടെ നിങ്ങൾക്ക് ലെസണിൽ ഒരു ചിത്രം കാണാം. ഇവിടെ കൂമൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഫോക്സ് നിൽക്കുന്നുണ്ട്, കുറുക്ക നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു തേനീച്ച ബീ ഉണ്ട്, ഇവിടെ ഒരു തവളയുണ്ട്. ഇവർക്കൊക്കെ ഈ സ്നെയിൽ അതായത് ഒച്ച് മെയിൽ കൊണ്ടു കൊടുക്കുക, കത്തുകൾ കൊണ്ടു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ എന്താ കാണുന്നത്? ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ, ഹി ബ്രിങ്സ് ദ മെയിൽ. ഇവിടെ ഇതാ നിങ്ങൾക്ക് ഈ സ്നെയിലിനെ കാണാം, ഒച്ചിനെ കാണാം. അവൻ എല്ലാവർക്കും കത്തുകൾ കൊണ്ടു കൊടുക്കുകയാണ്. ഓക്കെ, ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ, ഹി ബ്രിങ്സ് ദ മെയിൽ. ഇതാ ഇവിടെ മിസ്റ്റർ സ്നെയിൽ ഉണ്ട്, അവൻ നിങ്ങൾക്കെല്ലാം മെയിൽ കൊണ്ടുവരികയാണ്, മെയിലിൽ നിന്ന് കത്തുകൾ കൊണ്ടുവരികയാണ്. കുട്ടികളെ, നിങ്ങൾ ഇവിടെ ഒരു രണ്ട് വാക്ക് ശ്രദ്ധിച്ചോ? സ്നെയിൽ, മെയിൽ. ഓക്കെ, ഇവിടെ എന്താണ് വ്യത്യാസം ഉള്ളത്? സ്നെയിൽ അർത്ഥം വേറെയാണ്, മെയിൽ അർത്ഥം വേറെയാണ്. ഓക്കെ, സ്പെല്ലിങ് വേറെയാണ്, രണ്ടിനും വേറെ വേറെ സ്പെല്ലിംഗ് ആണ്. പക്ഷെ എന്താണ് സെയിം ആയിട്ടുള്ളത്? സൗണ്ട്. സ്നെയിൽ, മെയിൽ, അങ്ങനെ ഒരേ സൗണ്ടിൽ വരുന്ന രണ്ടർത്ഥമുള്ള, അതായത് വ്യത്യസ്ത അർത്ഥമുള്ള വേറെ വേറെ വാക്കുകൾക്ക് നമ്മൾ എന്താ പറയാ? റൈമിംഗ് വേർഡ്സ്. എന്താണ് പറയാ? റൈമിംഗ് വേർഡ്സ്. ഇത് മറക്കരുത്. ഓക്കെ, എവറി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിത്തൗട്ട് ഫെയിൽ. എന്താ ഇവിടെ പറയുന്നത്? എല്ലാ ദിവസവും ഈ സ്നെയില് മെയില് കൊണ്ടുവരും. എങ്ങനെ? വിത്തൗട്ട് ഫെയിൽ. വിത്തൗട്ട് ഫെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മുടക്കവും കൂടാതെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. ഈ കുറുക്കനോട് പറയാണ്, ഹലോ മിസ്റ്റർ കുറുക്ക, നിങ്ങൾക്ക് ഒരു പെട്ടി മെയിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതാ രണ്ട് റൈമിംഗ് വേർഡ്സ്, ഫോക്സ് പിന്നെ ബോക്സ്. മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണി ബി. അങ്ങനെ സ്നെയില് അടുത്തതായിട്ട് ആരെയാ കാണുന്നത്? ഹണി ബി, തേനീച്ചനെ കാണുന്നു. ഹായ് മിസ് ബി, സീ ദ ബോക്സസ്, ദീസ് ആർ ഫോർ യു. അപ്പോൾ സ്നെയിൽ എന്താ പറയുന്നത്? ഹായ് മിസ് ഹണി ബി, സോറി ബി, സീ ദ ബോക്സസ്, ഈ ബോക്സ് എല്ലാം കണ്ടോ? ദീസ് ആർ ഫോർ യു, ഇതെല്ലാം നിനക്കുള്ളതാണ്, ഇതെല്ലാം നിനക്ക് മെയിലിൽ വന്നതാണ്. അടുത്തത് മിസ്റ്റർ സ്നെയിൽ എവിടെയാ പോകുന്നത്? മിസ്റ്റർ സ്നെയിൽ വിസിറ്റ്സ് മിസ്റ്റർ ഔൾ വിത്ത് സം മെയിൽസ്. അങ്ങനെ കൂമന്റെ അടുത്താണ് പോകുന്നത്. കൂമൻ എന്താണ് ഉള്ളത് നമുക്ക് നോക്കാം. ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. കൂമന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. കണ്ടോ, ഇവിടെയൊക്കെ ഹാപ്പി ബർത്ത്ഡേ എഴുതി കെട്ടിയിട്ടുണ്ട്, ബലൂണൊക്കെ ഇവിടെ കാണാം. കൂമന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പം കുറച്ച് ബർത്ത്ഡേ കാർഡ്സ് ഒക്കെ അവന്റെ ഫ്രണ്ട്സ് അയച്ചിട്ടുണ്ട്. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്, 10 കാർഡ്സ് ഫോർ മീ. ഓഹോ, വളരെ സന്തോഷം, എനിക്ക് 10 കാർഡ്സ് വന്നിട്ടുണ്ടല്ലേ. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഈ കൂമൻ ആകെ സങ്കടപ്പെട്ടു. കണ്ടോ, മുഖമെല്ലാം കണ്ടോ? അയ്യോ, വളരെ സങ്കടമായി പോയി കൂമന്. എന്തുകൊണ്ടാണ് ഈ കൂമന് സങ്കടം വന്നത് നമുക്ക് നോക്കാം. ബട്ട് യു ആർ ലേറ്റ്, മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. അപ്പൊ സ്നെയിലിനോട് പറയാണ് കൂമൻ, അയ്യോ നീ നേരെ വഴുകിപ്പോയി ഈ കാർഡൊക്കെ കൊണ്ടുതരാൻ. എന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നു, ഇന്നലെ. ഓക്കെ, അപ്പൊ സ്നെയിൽ എന്താ പറയുന്നത്? ഓ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. എന്താ പറഞ്ഞ? ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളെ വിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബിലേറ്റഡ് എന്ന വാക്ക് ഹാപ്പി ബർത്ത്ഡേന്റെ മുമ്പിൽ ചേർക്കണം. അതിന്റെ അർത്ഥം കഴിഞ്ഞു പോയ ജന്മദിനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വിഷിംഗ് ആണത്. ഓക്കെ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. He works hard and takes no rest. ഇവിടെ എന്താ പറയുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ, മോർണിംഗ് ടു ഈവനിങ്, മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. മിസ്റ്റർ സ്നെയില് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. എന്താണ് പണി? ലെറ്റർ കൊണ്ടു കൊടുക്കുക. He works hard and takes no rest. വളരെ കഠിന അധ്വാനിയാണ്, ഒരു റെസ്റ്റും എടുക്കില്ല. കണ്ടോ, രാവിലെ സൂര്യൻ ഇവിടെ ഉദിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് സ്നെയിലിന്റെ വീട് അവിടെ കാണുന്നു, വീട്ടിൽ നിന്ന് മെയിലൊക്കെ ബാഗിലൊക്കെ ഇട്ടിട്ട് പുറപ്പെട്ടു. ഓക്കെ, അങ്ങനെ അടുത്ത പിക്ചർ നമുക്ക് എന്താ കാണാം? സൂര്യൻ അസ്തമിക്കുകയാണ്, വൈകുന്നേരമായി. ബാഗിൽ മെയിലൊന്നുമില്ല, എല്ലാം കാലിയാണ്. സ്നെയില് വളരെ തളർന്ന്, മുഖമെല്ലാം കണ്ടില്ല, ആകെ ക്ഷീണിച്ചിട്ട് അതിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം വളരെ കഠിന അധ്വാനി, അതാണ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ. കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു
വ്യക്തിയാണ് ഈ മിസ്റ്റർ സ്നെയിൽ. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ, so his friends have to wait all the day for the mail, but they are okay. ഇവിടെ എന്താ പറയുന്നത്? മിസ്റ്റർ സ്നെയിൽ വളരെ പതുക്കെ പോകുന്നുള്ളൂ, പതുക്കെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് അവന്റെ ഫ്രണ്ട്സിന്, അവന്റെ സ്നേഹിതർക്കൊക്കെ ഒരു ദിവസം മുഴുവനും കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് കത്ത് കിട്ടാനായിട്ട്. അതാണ് വെയിറ്റ് ഓൾ ദ ഡേ, ഒരു ദിവസം മുഴുവനും കാത്തു നിൽക്കുക. ഓക്കെ, കത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ബട്ട് ദേ ആർ ഓക്കെ, പക്ഷെ അവർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. ഓക്കെ, ഇത് കണ്ടില്ലേ, വളരെ ക്ഷീണിച്ച് തളർന്ന് ആണ് വീട്ടിലേക്ക് പോകുന്നത് സന്ധ്യയാകുമ്പോൾ. ഇവിടെ ഒരു ബീഡിൽ കണ്ടോ, ഒരു പ്രാണീനെ കണ്ടില്ലേ, ഇതിന്റെ പേരാണ് ലേഡി ബഗ്. ഓക്കെ, ഇത് മനസ്സിലിങ്ങനെ ആലോചിക്കുക, ഈ സ്നെയിൽ വരുന്നത് കണ്ടിട്ട്. പുവർ സ്നെയിൽ, ഹി ഡസ് ഹിസ് ബെസ്റ്റ്. പാവം ഒച്ച്, അവന്റെ കഴിവിന്റെ പരമാവധി അവൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പ്രാണി പറയുന്നത്. One fine day, Mr. Snail starts his walk. He walks and walks along the roads. Soon the sky turns dark. It begins to rain. അങ്ങനെ ഒരു ദിവസം സ്നെയില്, ഈ ഒച്ച്, ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ കുറെ നടന്ന് പോവുകയാണ് റോട്ടിലൂടെയൊക്കെ. പെട്ടെന്നാണ് ആകാശം മേഘാവൃതമാവുന്നത്, മേഘം കൊണ്ട് നിറഞ്ഞ ആകാശമൊക്കെ. അങ്ങനെ ആകാശം മുഴുവൻ ഇരുണ്ട് നിറഞ്ഞ് ടേൺസ് ഡാർക്ക്. ഓക്കെ, ഇരുണ്ടുപോയി. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ മഴ പെയ്യാനും തുടങ്ങി. ദ കോൾഡ് വിൻഡ് ബ്ലോസ്, ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. കോൾഡ് വിൻഡ് ബ്ലോസ്, ബ്ലോസ് എന്ന് പറഞ്ഞാൽ വീശുക. ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. ഫ്ലഡഡ് എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങി വരിക, വെള്ളം നിറയുക എന്നർത്ഥം. അപ്പം മഴ നല്ല ശക്തമായി പെയ്യുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ സ്നെയിൽ പറയാ, നോ, ഐ ഷുഡ് നോട്ട് ഫെയിൽ. ഇല്ല, എനിക്ക് തോൽക്കാൻ പറ്റില്ല, ഞാൻ തോറ്റുപോകാൻ പാടില്ല. അതായത് ഈ മഴ കാരണം എന്റെ കത്ത് കൊടുക്കലൊന്നും മുടങ്ങിപ്പോകരുത് എന്ന് അവനോടായിട്ട് തന്നെ പറയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? സ്നെയിലിന്റെ കയ്യിൽ നിന്ന് അവൻ പിടിച്ച കൊട മാറിപ്പോയി. അത്ര ശക്തമായ കാറ്റാണ് വീശുന്നത്, മഴയും ശക്തമാണ്. ഇടി മിന്നൽ കണ്ടോ, ആകാശം കണ്ടില്ലേ, മിന്നൽ പിളർപ്പ് കണ്ടോ, മിന്നലും ഇടിയും മഴയും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥ, വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു തവള അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ദ റോഡ്സ് ആർ ബാഡ്, മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ റോഡുകളൊക്കെ മോശമായി, ബാഡ്, വളരെ മോശമായി. സ്നെയിലിന് സങ്കടമായി. ദ സ്നെയിൽ ഈസ് സോ സാഡ്. സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം. ഇവിടെ കണ്ടോ, രണ്ട് റൈമിംഗ് വേർഡ്സ്, ബാഡ്, സാഡ്. രണ്ട് വ്യത്യസ്തമായ അർത്ഥം, വ്യത്യസ്തമായ സ്പെല്ലിംഗ്, പക്ഷേ ഒരേ സൗണ്ട് അല്ലേ? ബാഡ്, സാഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സ്നെയില്, ഈ ഒച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഹൗ വിൽ ഐ ഗോ? ഇനി ഞാൻ എങ്ങനെ പോകും? കാരണം റോഡൊക്കെ നിറയെ വെള്ളമായി കഴിഞ്ഞു, കണ്ടില്ലേ? അപ്പോഴാണ് ഇവിടെ ഒരു തവള, മൂപ്പരിങ്ങനെ ഒരു പാറപ്പുറത്ത് കയറിയിരുന്ന് ചിരിച്ചുകൊണ്ട് ഈ സ്നെയിലിനോട് ചോദിക്കുക, ഹാ, ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ? മിസ്റ്റർ ഒച്ചെ, നിനക്ക് നീന്താൻ സാധിക്കുമോ എന്ന് തമാശയാക്കിക്കൊണ്ട് ഈ തവള ചോദിക്കുകയാണ്. മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ, ഇറ്റ് ഈസ് ഫോർ സെയിൽ. അങ്ങനെ ഒച്ച് റോഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മഴയൊക്കെ നിന്നു, കാലാവസ്ഥയൊക്കെ ഓക്കെ ആയി, ക്ലിയർ ആയി. അങ്ങനെ ഒച്ച് നീങ്ങി തുടങ്ങി. അപ്പോഴാണ് റോഡിന്റെ സൈഡില് ഒരു ട്രാക്ടർ നിർത്തിയിരിക്കുന്നത് കണ്ട്. അതിലവിടെ എന്താ ഒട്ടിച്ചിരിക്കുന്നത്? ഫോർ സെയിൽ, അത് വിൽപ്പനയ്ക്കുള്ളതാണ് എന്ന് അവിടെ ഒരു മേലെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടിട്ട് ഈ ഒച്ച് ചിന്തിക്കുകയാണ്, ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ഞാൻ ഈ ട്രാക്ടർ എന്തായാലും വാങ്ങണം. മസ്റ്റ് ബൈ, നിർബന്ധമായിട്ടും വാങ്ങണം. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. അങ്ങനെ ആവുമ്പോൾ എനിക്ക് വേഗം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഹി ബൈസ് ദ ട്രാക്ടർ, ഇറ്റ് മേക്സ് ഹിം മൂവ് ഫാസ്റ്റർ. അങ്ങനെ ഒച്ച് വിചാരിച്ചതുപോലെ തന്നെ ആ ട്രാക്ടർ അവൻ വാങ്ങിച്ചു. ഇറ്റ് മേക്സ് ഹിം മൂവ് ഫാസ്റ്റർ. ഇപ്പം വളരെ വേഗത്തിൽ ഓരോ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്നെയിലിന് എത്താൻ പറ്റുന്നുണ്ട്. ഇതാ ഇവിടെ ഫോക്സിന് 2 പെട്ടിയൊക്കെ ഡെലിവറി കൊടുത്ത് അങ്ങനെ വേഗം മുന്നോട്ട് പോവുകയാണ്. ഇതാ ട്രാക്ടറിന്റെ മുകളിൽ വേറെ ആർക്കോ കൊടുക്കാനുള്ള പാർസലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ലുക്ക് ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്, നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദ റൈറ്റ് ടൈം. ഇവിടെ കുറുക്കൻ ഈ കൂമനോട് പറയാണ്, നോക്കൂ ആ സ്നെയിൽ ഇപ്പം എത്ര സ്പീഡിലാണ് പോകുന്നത്, കണ്ടോ അവൻ എങ്ങനെ പോകുന്നു. ഇപ്പൊ നമുക്ക് മെയിലൊക്കെ കറക്റ്റ് ടൈം, റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ശരിയായ സമയത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ കൂമൻ ഒരു കത്ത് കൊടുത്ത് പോവുകയാണ്, വളരെ സ്പീഡിൽ അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക സ്നെയിൽ. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് ദ സ്നെയിൽ?
നിങ്ങൾക്ക് ഈ ഒച്ചിന്റെ കഥ ഇഷ്ടപ്പെട്ടോ? വാട്ട് ഡസ് ദ ഹണി ബി ആസ്ക്? ഇവിടെ ഈ ഹണി ബി ഈ കൂമനോട് എന്താണ് ചോദിക്കുന്നത്? ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് ഇവിടെ എഴുതിയിട്ടില്ല. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പൊ ഈ കോൺവെർസേഷൻ, ഇവർ തമ്മിലുള്ള സംസാരം മുഴുവിപ്പിക്കണം, അത് ഫില്ല് ചെയ്യണം നമ്മൾ. ഓക്കെ, ഈ ചോദ്യം നമ്മൾ ഇവിടെ എഴുതണം. പക്ഷെ ഈ ചോദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കൂമൻ ഒരു ഉത്തരം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ആന്റ്. ഇത് എൻ്റെ ആന്റിയിൽ നിന്നുള്ള ഒരു കത്താണ്. അതാണ് ഈ കൂമൻ ഉത്തരം പറയുന്നത്. അപ്പം ഈ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചോദ്യമാണ് നമ്മളിവിടെ എഴുതേണ്ടത്? എന്ത് ചോദ്യമാണ് ഈ ഹണീബി ചോദിക്കുക? അത് നമ്മൾ എഴുതണം. അപ്പോ ഹണീബി ചോദിച്ച ആ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Whose letter is that? അത് ആരുടെ കത്താണ്? അപ്പൊ ഈ കൂമൻ ഉത്തരം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ആന്റ്. ഇത് എൻ്റെ ആന്റി അയച്ച കത്താണ്. മനസ്സിലായില്ലേ? ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ കഴിഞ്ഞു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ഇത്. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് പോസ്റ്റ് ചെയ്യണം.